ഇടുക്കി മൂന്നാറിൽ വീണ്ടും കടുവയുടെ ആക്രമണം. ലാക്കാട് ഫാക്ടറി ഡിവിഷനിൽ കടുവ പശുവിനെ ആക്രമിച്ചു കൊന്നു. തോട്ടം തൊഴിലാളിയായ കണ്ണന്റെ പശുവിനെയാണ് കടുവ കൊന്നത്. മേയാൻ വിട്ട പശുവിനെ കാണാത്തതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് തേയിലക്കാട്ടിൽ പശുവിന്റെ ജഡം കണ്ടെത്തിയത്. കഴിഞ്ഞ 2 വർഷത്തിനുള്ളിൽ മൂന്നാറിലെ വിവിധ എസ്റ്റേറ്റുകളിലായി കടുവയുടെ ആക്രമണത്തിൽ 200-ലധികം വളർത്തു മൃഗങ്ങളാണ് ചത്തത്. ഇടുക്കി മൂന്നാറിൽ കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം ആവർത്തിക്കുന്ന അതേ കാര്യം തന്നെയാണ് വീണ്ടും ആവർത്തിച്ചിരിക്കുന്നത്. കടുവയുടെ ആക്രമണമടക്കം വർദ്ധിച്ചു വരുന്ന സാഹചര്യമാണ് ഇടുക്കി മൂന്നാർ ആ ഒരു പ്രദേശങ്ങളിലൊട്ടാകെ ഉള്ളത്. കഴിഞ്ഞ 2 വർഷത്തിനുള്ളിൽ തന്നെ മൂന്നാറിലെ വിവിധ എസ്റ്റേറ്റുകളിലായി കടുവയുടെ ആക്രമണത്തിൽ 200-ലധികം വളർത്തു മൃഗങ്ങളായിരുന്നു ചത്തത്. ഇപ്പോൾ അതിന്റെ പശ്ചാത്തലത്തിലാണ് വീണ്ടും ഒരു ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ഇടുക്കി മൂന്നാറിലാണ് ലാക്കാട് ഫാക്ടറി ഡിവിഷനിലാണ് കടുവ പശുവിനെ ആക്രമിച്ചു കൊന്നു എന്നൊരു വാർത്ത ലഭിക്കുന്നത്. തോട്ടം തൊഴിലാളിയായ കണ്ണന്റെ പശുവിനെയാണ് ഇത്തരത്തിൽ കടുവ കൊന്നത്. മേയാൻ വിട്ട പശുവിനെ കാണാത്തതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് ഇത്തരത്തിൽ തേയിലക്കാട്ടിൽ പശുവിന്റെ ജഡം കണ്ടെത്തുന്നത്. കഴിഞ്ഞ 2 വർഷത്തിനുള്ളിൽ വിവിധ കേസുകളാണ് ഇടുക്കി മൂന്നാർ ഈ മേഖലയിൽ നിന്നും റിപ്പോർട്ട് ചെയ്തിരുന്നത്. ഇത്തരത്തിൽ കടുവയുടെ ആക്രമണത്തിൽ നിരവധി വളർത്തു മൃഗങ്ങൾക്ക് ചത്ത ഒരു വാർത്ത അടക്കം പുറത്തു വന്നതാണ്. ഇപ്പോൾ അതിന്റെ പശ്ചാത്തലത്തിലാണ് വീണ്ടും ഇടുക്കി മൂന്നാറിൽ ഒരു കടുവയുടെ ആക്രമണം ഉണ്ടാകുന്നു. വളർത്തുമൃഗത്തെ കടുവ ആക്രമിച്ച് കൊല്ലുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ ലാക്കാട് ഫാക്ടറി ഡിവിഷനിൽ തോട്ടം തൊഴിലാളിയായ കണ്ണന്റെ പശുവിനെയാണ് ഇത്തരത്തിൽ കടുവ ആക്രമിച്ചു കൊന്നത്.